ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് വീഡിയോ. കാലത്തെ തന്നെ നേരം വെളുത്തല്ലോ ഈശ്വരാ. ഇനി എന്താ ചെയ്യുക? തൂത്തുവാരി തുടച്ച് ആദ്യം പൂജയിലങ്ങ് തുടങ്ങിയേ. എപ്പടി ഇരിക്ക് എന്നോട് ധൂപ്പ് സ്റ്റാൻഡ്. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കുമെന്ന്. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവരുടെ പപ്പ ഇനി വന്നിട്ട് എന്തു പറയുമോ ആവോ അറിയില്ല. ഇനി ആദ്യം പെറ്റ്സിൻ്റെ കൂടുകളൊക്കെ വൃത്തിയാക്കാമേ. അതിനുവേണ്ടി ആദ്യം സ്നോയെയും കൊക്കോയെയും പുറത്തു കൊണ്ടുപോയി കുറച്ചു നേരം വെയിൽ കൊള്ളാൻ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ കൊക്കോ വീട് വിട്ട് പുറത്തു വരാൻ ഭയങ്കര പാടാണേ. പക്ഷേ സ്നോയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവളെ വാ സ്നോ പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ അവൾ വേഗം തന്നെ അക്വേറിയത്തിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. ഞാൻ ബെൽറ്റുമിട്ട് അവളെ പുറത്തു കൊണ്ടുപോയി നിർത്തിയാൽ അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവൾക്ക് പുറത്തു പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ സ്നോ പുറത്തു പോയി കഴിഞ്ഞാൽ ഞാനും വന്നേക്കാം എന്നുള്ള ഭാവത്തിൽ കൊക്കോയും കൂടെ വരുമേ. ഒരു 2 വർഷം മുൻപേ നമ്മുടെ കിളിക്കൂട്ടിലെ വേസ്റ്റ് ഫുഡെല്ലാം ഞാൻ കളയണ്ടെന്ന് കരുതി സൈഡിലിങ്ങനെ മതിലേലിടാറുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ നിന്നോ വന്ന 2 കിളികളായിരുന്നു ഇത്. ഇപ്പം 26 കിളികൾ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സ്നോയും കൊക്കോയും വെയിലൊക്കെ കൊണ്ടതിന് ശേഷം വീടിനകത്ത് വന്നേ. അധികം നേരം അവരെ പുറത്ത് നിർത്താൻ പറ്റത്തില്ല. അവരെ വീട്ടിനുള്ളിലാക്കിയിട്ട് വേണം ഗേറ്റിന് പുറത്താക്കിയ മിസ്റ്റിയെ അകത്ത് കയറ്റാൻ. അതുവരെയും മിസ്റ്റി പുറത്തു നിന്ന് കരച്ചിലായിരിക്കുമേ. മിസ്റ്റിക്ക് ഇതുവരെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല പുറത്തുള്ള പട്ടികളുമായിട്ടെല്ലാം അവൾക്ക് നല്ല കോണ്ടാക്റ്റാണ്. ഇത് മൺഡേ വ്ലോഗാണ്. ഇവരുടെ സ്കൂളിൽ വെച്ച് എന്തോ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇന്ന് സ്കൂളിന് അവധി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 2 പേരും രാവിലെ കുളിച്ച് റെഡിയായി TV കാണാനുള്ള പുറപ്പാടിലാണേ. എങ്കിൽ പിന്നെ ഞാനിനി അങ്ങോട്ട് അരങ്ങിൽ നിന്ന് അടുക്കളയിലോട്ട് പോകുവാണേ. ഇന്ന് ദോശയും കടലക്കറിയുമാണ് ഉണ്ടാക്കുന്നത്. കടല കുക്കറിലാക്കി അടുപ്പത്താക്കിയേ. ദോശയ്ക്കൊപ്പവും ഉച്ചയ്ക്കും വൈകിട്ടും ചോറിനൊപ്പവും എല്ലാം ഒഴിച്ചുകറിയായി കടലക്കറി ഓടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്ത സവാള, പച്ചമുളക്, തക്കാളി, ഉരുളക്കിഴങ്ങ് ഇതെല്ലാം എടുത്ത് ചോപ്പറിലിട്ട് ഒന്ന് കറക്കിയെടുത്തേ. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായി വഴറ്റിയ ശേഷം മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് ചോപ്പറിലുണ്ടായിരുന്ന പ്യൂരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തേ. ഈ തിളപ്പിച്ച മിക്സിനെ കടലയിലേക്ക് ചേർത്ത ശേഷം അതേ പാത്രത്തിൽ ഇനി നമുക്ക് കടുക് വറക്കാമേ. അതിനുവേണ്ടി ചൂടായ എണ്ണയിലേക്ക് കടു, ജീരകം, കറിവേപ്പില ഇട്ട് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ പട്ട, ഗ്രാമ്പു, ജീരകം പ്രത്യേകം പൊടിച്ചത് അതും കുറച്ച് ചേർത്തപ്പോഴേക്കും മസാലക്കൂട്ടായേ. പിന്നെ കടലക്കറിക്ക് വിഷമമാകണ്ട എന്ന് കരുതി കുറച്ച് മാഗി മാജിക് മസാല ചേർത്തേ. ഇതുവരെ ചേർത്ത മസാലകളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്നുള്ള മസാലകൾ അനുവദനീയമല്ല. പുറത്തുനിന്ന് മസാല വാങ്ങിയില്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ, കറിക്ക് മാത്രം അടാറ് ടേസ്റ്റാണേ. ഇനി ബുധനാഴ്ചയെ ഇവരുടെ പപ്പ തിരിച്ചു വരത്തുള്ളൂ. അതുവരെ ഞങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും തിരിച്ചും മറിച്ചും ഓടിക്കുന്നത്. രാവിലെ തന്നെ ഓമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ വലിയ ദോശ വേണ്ട, കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന്. അതുകൊണ്ട് ദോശ ചെറുതായിട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇരട്ടിപ്പണിയായെന്നാണ് തോന്നുന്നത്. കുട്ടി ദോശയാവുമ്പോൾ കുറേ ദോശകൾ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഇവിടെ 2 മക്കൾക്കും 2 സ്വഭാവമാണ്. ഒരാൾക്ക് കറി പ്ലേറ്റിൽ ഒഴിച്ചാലേ ദോശ കഴിക്കാൻ പറ്റത്തുള്ളൂ, ഒരാൾക്ക് കറി പ്ലേറ്റിൽ ഒഴിക്കാനും പാടില്ല. എല്ലാ വീട്ടിലും അങ്ങനെയാണോ എന്തോ. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള ദോശയൊക്കെ കൊടുത്തു. ഇനി അടുത്തത് മിസ്റ്റിക്ക് വേണ്ടിയാണ്. മിസ്റ്റിക്കുള്ള ദോശ കൊടുത്ത ശേഷം പുറത്ത് ബേർഡ്സ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവർക്കുള്ള ദോശ ഒരു ചെറിയ പ്ലേറ്റിലാക്കി കൊണ്ട് കൊടുക്കണം.
നമ്മുടെ വീട്ടിലെ കിളികൾക്ക് രാവിലെ അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടാകും. എന്നാലും നമ്മൾ എന്ത് വെച്ചാലും 3 നേരം അവർക്കും കൊടുക്കണം. പിന്നെ മസാല ചേർത്ത കടലക്കറിയൊന്നും ഞാൻ കൊടുക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ കാപ്പി കഴിക്കാൻ പോവുകയാണ്. എനിക്ക് കുട്ടിദോശയും കടലക്കറിയും വലിയ ഇഷ്ടമാണ്. പിന്നെ ചെറുതായിട്ട് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ് മടിക്കുന്നത്. പക്ഷേ ഓമി വിടത്തുമില്ല കേട്ടോ. ഇനി ഒരു ചായ കൂടി ഉണ്ടാക്കി കുടിക്കാമേ. ഊണ് കഴിഞ്ഞാൽ ഒരു മുറുക്കാൻ നിർബന്ധമാണ് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് കാപ്പി കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധമാണ്. പക്ഷേ ഡോക്ടർ എന്നോട് ചായ കുടിക്കരുതെന്ന് സ്ട്രിക്റ്റ്ലി പറഞ്ഞിട്ടുള്ളതാണ്. ഈ വീഡിയോ എങ്ങാനും ഡോക്ടർ കണ്ടാൽ എൻ്റെ ചായ കുടിക്ക് ഫുൾ സ്റ്റോപ്പാകും. പിന്നെ കണ്ടില്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഞാനൊരു സുന്ദരനെ കാണിക്കാമേ. ഇത് സ്നോയല്ല, ഇത് രാമുവാണ്. ഇവൻ എൻ്റെ നെയ്ബറിൻ്റെ ബ്രദർ വളർത്തുന്നതാണ്. ഇവൻ ബാംഗ്ലൂരാണുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടേക്ക് വന്നതാണ്. ഞാൻ ഒത്തിരി നാളായി ഇതിനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ സ്നോ അതുമായി ചേരാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ ലേറ്റായിട്ടാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. അതുകൊണ്ട് ലഞ്ചും ലേറ്റായിട്ടാണ് ഉണ്ടാക്കിയത്. വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനാണ് വെച്ചേക്കുന്നത്. പിന്നെ കടലക്കറിയുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു. ആദ്യം അരി കഴുകി കുക്കറിലാക്കിയേ. പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി എന്നത് മാറ്റി വെണ്ടയ്ക്ക മസാലയാക്കി. ഇനി തോരൻ വയ്ക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ബീട്രൂട്ടൊക്കെ ചോപ്പ് ചെയ്ത് പിന്നെ തോരന് വേണ്ടിയുള്ള അരപ്പൊക്കെ അരച്ച് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിയെടുക്കാനുള്ള സമയം. എൻ്റെ ദൈവമേ, മൊത്തത്തിൽ നോക്കിയാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചോറ് വയ്ക്കുന്നത് മാത്രമാണ് എളുപ്പമെന്ന്. വെറും 2 വിസിൽ കുക്കറിലടിച്ചാൽ കാര്യം അങ്ങ് കഴിഞ്ഞ്. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, ആഡംബരത്തിന് കുറവൊന്നും വേണ്ട എന്ന് കരുതി ഞാൻ 2 പപ്പടവും എടുത്തങ്ങ് കാച്ചിയേ. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വയ്ക്കുന്നതിലും പാടാണ് ഇവിടെ ഓരോരുത്തർക്കും ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. ആദ്യം ഓമിക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. ശ്രീ കുറച്ച് കഴിഞ്ഞു മതിയെന്നാണ് പറഞ്ഞത്. പിന്നെ കോക്കോയ്ക്കുള്ള ഫുഡും കൊടുത്തു. മിസ്റ്റിക്കുള്ളതും കൊടുത്ത ശേഷം ഇനി ബേർഡ്സിനുള്ള ഫുഡ് കൊടുക്കണം. അവർക്ക് മസാലയൊന്നും ചേർക്കാതെ ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇവരുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശ്രീ പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നുവെന്ന്. പിന്നെ അടുത്തത് അവനുള്ള പ്ലേറ്റാണേ. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരവും ഇതൊക്കെ കൊണ്ടങ്ങ് ഓടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. എങ്കിൽ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ.